നമസ്കാരം. ജ്യോതിഷപരമായ കാര്യങ്ങൾ അവതരിപ്പിക്കുന്ന അമൃതവർഷിണി യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചോതി നക്ഷത്ര ജാതർക്ക് ഓഗസ്റ്റ് മാസം ഗുണകരമായ കാലഘട്ടമായിരിക്കും. ഉദ്യോഗസ്ഥർ പ്രവർത്തന മേഖലയിൽ വിജയം കൈവരിക്കുന്നതാണ്. വ്യാപാര വ്യവസായ മേഖലയിൽ പ്രതികൂലമായ സാഹചര്യങ്ങളെ നേരിടുന്നതാണ്. നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതുമാണ്. കുടുംബപരമായ ഇടപാടുകൾ ചില സാമ്പത്തിക പ്രതിസന്ധികളിൽ കൊണ്ടെത്തിക്കുമെങ്കിലും അതിൽ നിന്നൊക്കെ മുക്തി നേടുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ഔദ്യോഗിക രംഗത്ത് അധിക ജോലി ഉണ്ടായിരിക്കുന്നതാണ്. സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ ഒരു പരിധിവരെ തരണം ചെയ്യുകയും സാമ്പത്തികപരമായി കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കുവാൻ സാധിക്കുകയും ചെയ്യും. വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ കാലഘട്ടമായിരിക്കും. കാർഷിക മേഖലയിലുള്ളവർക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാവുന്നതാണ്. ആരോഗ്യനില മെച്ചപ്പെട്ടതായിരിക്കും. കലാസാഹിത്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്ക് സാമ്പത്തിക ലാഭം ഉണ്ടാകുന്നതാണ്. തടസ്സപ്പെട്ടിരുന്ന വീട് പണി പുനരാരംഭിക്കുവാൻ സാധിക്കുന്നതുമാണ്. തൊഴിലന്വേഷകർക്ക് തൊഴിൽ കിട്ടുവാൻ അനുകൂലമായ കാലഘട്ടമാണ്. ബന്ധുക്കളിൽ നിന്നും സുഹൃത്തുക്കളിൽ നിന്നും തക്ക സമയം സഹായം കിട്ടുവാനുള്ള സാധ്യതയുമുണ്ട്. പൊതുപ്രവർത്തകർക്ക് അംഗീകാരവും സ്ഥാനമാനങ്ങളുമൊക്കെ ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനം ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾക്ക് അത് സാധ്യമാകുന്നതാണ്. തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് നല്ല സമയമാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഗുണകരമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം. സന്താനങ്ങളെ കൊണ്ടുള്ള ഗുണങ്ങൾ ഉണ്ടാകുന്നതാണ്. സാമ്പത്തിക പുരോഗതി ഉണ്ടാകാവുന്നതാണ്. ഇപ്പോൾ ശനി, കേതു എന്നീ ഗ്രഹങ്ങളുടെ ദശാപകാര കാലഘട്ടം നടക്കുന്നവർ ശാസ്താക്ഷേത്ര ദർശനവും നവഗ്രഹ ക്ഷേത്ര ദർശനവും പതിവായി നടത്തേണ്ടതാണ്. ചോതി നക്ഷത്ര ജാതർ ഓഗസ്റ്റ് മാസം ദോഷശാന്തിക്കായി ഗണപതിക്ക് നാളികേര സമർപ്പണം, കനകമാല, സുബ്രഹ്മണ്യസ്വാമിക്ക് നാരങ്ങാമാല എന്നിവ നൽകുകയും ചെയ്യേണ്ടതാണ്. വിശാഖം നക്ഷത്രജാതർക്ക് ഏറ്റവും കൂടുതൽ ഗുണാനുഭവങ്ങൾ ഉണ്ടാകുന്ന മാസമാണ് ഓഗസ്റ്റ് മാസം. കുടുംബത്തിൽ സമാധാനപരമായ അന്തരീക്ഷമായിരിക്കും. ആത്മവിശ്വാസം വർദ്ധിക്കുന്നതുമാണ്. ഏത് കാര്യം ഏറ്റെടുത്ത് ചെയ്താലും പുരോഗതി ഉണ്ടാകാവുന്നതാണ്. സുഹൃത്തുക്കളിൽ നിന്നും സഹോദരങ്ങളിൽ നിന്നും സഹായം ലഭിക്കുന്നതുമാണ്. വിലപ്പെട്ട വസ്തുവകകൾ ലഭിക്കുന്നതുമാണ്. വീട് മോടി പിടിപ്പിക്കുവാനും പുതിയ ഗ്രഹനിർമ്മാണം ആരംഭിക്കുവാനും സാധിക്കുന്നതുമാണ്. കുടുംബാംഗങ്ങൾ തമ്മിൽ പൂർവിക സ്വത്തുക്കളെ സംബന്ധിച്ചുള്ള അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാവുന്നതാണ്. ജോലിസ്ഥലത്ത് ഇവർ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടി വരുന്നതാണ്.
ചെറിയ പരിക്കുകളും ആപത്തുകളുമൊക്കെ ഉണ്ടാകുവാനുള്ള സാധ്യതയുമുണ്ട്. സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും. വരുമാനം കൂടുകയും ചെലവ് കുറഞ്ഞിരിക്കുന്ന സമയം കൂടിയാണ്. വിദേശ രാജ്യങ്ങളിൽ പോകുവാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള അനുമതി ലഭിക്കുന്നതാണ്. വിദ്യാർത്ഥികൾ പഠനത്തിൽ മികവ് പുലർത്തുന്നതാണ്. എല്ലാ കാര്യങ്ങളിലും ശുഭാപ്തി വിശ്വാസത്തോടെയുള്ള സമീപനം മൂലം പ്രതികൂല സാഹചര്യങ്ങളെ ഒക്കെ അതിജീവിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ്. ജോലി തിരക്ക് കാരണം മാനസികവും ശാരീരികവുമായ വിശ്രമം കുറയുന്നതുമാണ്. സിനിമ, പത്രപ്രവർത്തന രംഗത്ത് പ്രവർത്തിക്കുന്നവർ, കലാകാരന്മാർ എന്നിവർക്കൊക്കെ അനുകൂലമായ കാലഘട്ടമാണ്. കലാകാരന്മാർക്ക് പുതിയ അവസരങ്ങളും അഭിനന്ദനങ്ങളും ലഭിക്കുന്നതുമാണ്. സത്കർമ്മങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതുമാണ്. ക്ഷേത്രങ്ങളും ആതുരാലയങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഏറ്റവും അനുകൂലമായ കാലഘട്ടമാണ്. ഈ നക്ഷത്രജാതരുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും. എന്നാൽ മാതാവിനോ പിതാവിനോ രോഗം ബാധിക്കുവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ രാഹു, വ്യാഴം എന്നീ ഗ്രഹങ്ങളുടെ ദശാപഹാര കാലഘട്ടം നടക്കുന്നവർ എല്ലാ തിങ്കളാഴ്ച ദിവസവും ശിവക്ഷേത്ര ദർശനം നടത്തുകയും ശിവന് പിൻവിളക്ക് തെളിയിക്കുകയും എല്ലാ വ്യാഴാഴ്ച ദിവസവും വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തുകയും വിഷ്ണു ഭഗവാന് നെയ്വിളക്ക് സമർപ്പിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ നക്ഷത്രജാതരായ സ്ത്രീകൾക്കും ഏറ്റവും അനുകൂലമായ കാലഘട്ടമായിരിക്കും ഓഗസ്റ്റ് മാസം. ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടതായിരിക്കും. കുടുംബത്തിൽ സമാധാന അന്തരീക്ഷമായിരിക്കും. കർമ്മരംഗത്ത് പുരോഗതി ഉണ്ടാകുന്നതാണ്. വിശാഖം നക്ഷത്രജാതർ ദോഷപരിഹാരാർത്ഥമായി എല്ലാ ശനിയാഴ്ച ദിവസവും ശാസ്താക്ഷേത്ര ദർശനം നടത്തുകയും ശാസ്താക്ഷേത്രത്തിൽ അർച്ചന കഴിപ്പിക്കുകയും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുകയും ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പാൽപ്പായസം നേദിക്കുകയും ചെയ്യേണ്ടതാണ്. നന്ദി, നമസ്കാരം.